അപ്പം എന്നൊരു സ്നേഹപ്പൊതി കണ്ടാലോ? ഉമ്മ നാട്ടിൽ നിന്ന് ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടൊരു സ്നേഹപ്പൊതിയാണ് കേട്ടോ ഇത്. ഇതിലുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന തന്നെയാണ്. പക്ഷേ ഉമ്മയുടെ കയ്യിൽ നിന്ന് കൊടുത്തേക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അല്ലേ? നമ്മുടെ ഉമ്മാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്കുമ്പോൾ അതിന് വേറൊരു സന്തോഷം തന്നെയാണല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ തുടങ്ങിയത് ഉമ്മാൻ്റെ ഫുഡ് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ അത് അച്ചാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മിച്ചറുണ്ടല്ലോ, ഈ മിച്ചറിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സ്പെഷ്യൽ സാധനം. മിച്ചറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ചെറിയൊരു മധുരമൊക്കെ ഉള്ള ടൈപ്പ് അങ്ങനത്തെ ഒരു മിച്ചറാണ് സാധാരണ ഇത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് സ്പൈസി ആയിരുന്നേ. പിന്നെ നമ്മുടെ ചിപ്സ് ഉണ്ട് കേട്ടോ, നാട്ടിൽ ഇതൊക്കെ ഇവിടെ കിട്ടും, പക്ഷേ എങ്കിലും കൊടുത്തയക്കുമ്പോൾ വേറെ സന്തോഷമാണല്ലോ. പിന്നെ നമ്മുടെ മൈസൂർ പാക്ക്, ഇതിൻ്റെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നണല്ലേ, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ ലഡു ഉണ്ട് കേട്ടോ. ലഡു എന്ന് പറഞ്ഞാൽ ജായുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, അവൻ പറഞ്ഞു കൊടുത്തയപ്പിച്ച സാധനമാണ് ലഡു. അത് ഞങ്ങൾക്കാർക്കും തന്നതും ഇല്ല കേട്ടോ, അവൻ ഒറ്റയ്ക്ക് കഴിച്ചെന്നാണ് സത്യം. എനിക്കും ഹസ്ബൻഡിനും ഓരോ പീസ് വെച്ചാണ് അവൻ തന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റസ്ക്, ഇതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ പല ഫ്ലേവറിലും കിട്ടുവേ, പക്ഷേ എങ്കിലും ഇതൊരു സന്തോഷമാണല്ലോ. പിന്നെ ഇതാ നമ്മൾ പഴയ കുറേ നുസ്റ്റ് അടിക്കുന്ന മിഠായികളും, ഇതൊക്കെ ഈ പ്ലമ്മിൻ്റെ ഈ മിഠായിയൊക്കെ സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇംലി ഭയങ്കര ഒരു സന്തോഷം തന്നെ ഇതൊക്കെ തുറന്നു. പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തിച്ച് നല്ല ഇളഞ്ഞീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്.